നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ലേൺ ഇംഗ്ലീഷ് വയ ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡ് 9 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറിയുടെ പേര് ദ പിഗ് ആൻഡ് ദ ഷീപ്പ്, പന്നിയും ചെമ്മരിയാടും എന്നാണ്. പിഗ് എന്നാൽ പന്നി, അതുപോലെ ഷീപ്പ് എന്നാൽ ചെമ്മരിയാട്. നമുക്ക് കഥ കേൾക്കാം. എ പിഗ് ഫൗണ്ട് ഇറ്റ്സ് വേ ഇൻ ടു എ മെഡോ where a shepherd was grazing ahead of sheep. A pig, ഒരു പന്നി, ഫൗണ്ട് കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടു, ഇറ്റ്സ് വേ അതിൻ്റെ വഴി കണ്ടു, ഇൻ ടു എ മെഡോ ഒരു മെഡോയിലേക്കുള്ള. മെഡോ എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലം, പുൽമേട് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു പന്നി അത് ഒരു മെഡോയിലോട്ട് നടന്നു പോവുകയായിരുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എ ഷെപ്പേഡ്, ഒരു ഷെപ്പേഡ് എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ, വാസ് ഗ്രേസിങ് അദ്ദേഹം പുല്ല് മേയ്ക്കുന്നുണ്ടായിരുന്നു, എ ഹേർഡ് ഓഫ് ഷീപ്പ് ഒരു ചെമ്മരിയാടിൻ്റെ കൂട്ടത്തെ. ഹേർഡ് എന്ന് പറഞ്ഞാൽ നാൽക്കാലി കൂട്ടത്തിനാണ് പറയുക. നാൽക്കാലികൾ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നതിന് ഹേർഡ് എന്ന് പറയും. ഇപ്പോൾ ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിൻ്റെ കൂട്ടം. ഗ്രേസ് എന്ന് പറഞ്ഞാൽ പുല്ല് മേയ്ക്കുക എന്നർത്ഥം. പുല്ല് മേയുന്നതിനും മേയ്ക്കുന്നതിനും പറയും ഗ്രേസ് എന്നുള്ളത്. ഷെപ്പേഡ് എന്നാൽ ആട്ടിടയൻ. അങ്ങനെ ദ ഷെപ്പേർഡ് കോഡ് ദ പിഗ് ആൻഡ് ക്യാരിഡ് ഹിം ഓഫ് ടുവാർഡ്സ് ദി ബുച്ചർ ഷോപ്പ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ക്രൈയിങ് ലൗഡ് ആൻഡ് സ്ട്രഗിൾ ടു ഗെറ്റ് ഫ്രീ. ദ ഷെപ്പേർഡ് കോഡ് ദ പിഗ്, ദ ഷെപ്പേർഡ് ആട്ടിടയൻ, കോട്ട് പിടികൂടി, ക്യാച്ച് എന്നതിൻ്റെ പാസ്റ്റാണ് കോട്ട്, പിടികൂടി ദ പിഗ് ആ പന്നിയെ. ദ പിഗ് എന്ന് പറഞ്ഞാൽ ആ പന്നിയെ. ആൻഡ് ക്യാരിഡ് ഹിം ഓഫ് അതിനെ ചുമന്നു കൊണ്ടുപോയി, ടുവാർഡ് ദ ബുച്ചർ ഷോപ്പ്, ടുവാർഡ് എന്ന് പറഞ്ഞാൽ നേരെ, ദ ബുച്ചർ ഷോപ്പ് അറവുശാലയിലേക്ക്. ബുച്ചർ എന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ, ഇറച്ചി വിൽക്കുന്ന ആൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ബുച്ചറുടെ ഷോപ്പാണ് ബുച്ചർ ഷോപ്പ്. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ക്രൈയിങ്, അപ്പോൾ അതെന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് അത് തുടങ്ങി, ക്രൈയിങ് ഒച്ച വെക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, ലൗഡ് ഉച്ചത്തിൽ, കരയാൻ തുടങ്ങി എന്നർത്ഥം. ലൗഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, ക്രൈ എന്ന് പറഞ്ഞാൽ കരയുക, ഒച്ച വെക്കാൻ അർത്ഥം. ആൻഡ് സ്ട്രഗിൾ അത് മല്ലിടാൻ തുടങ്ങി, ടു ഗെറ്റ് ഫ്രീ ആവാൻ വേണ്ടി. അത് മല്ലിടുക, പോരാടുക എന്നൊക്കെയാണ് അർത്ഥം. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ, ടു ഗെറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ ആവാൻ, സ്വതന്ത്രമാവാൻ എന്നർത്ഥം. ദ ഷീപ്പ് ടോൾഡ് ദ പിഗ്, ദ ഷീപ്പ് ചെമ്മരിയാട്, ടോൾഡ് ദ പിഗ്. ടോൾഡ് എന്ന് പറഞ്ഞാൽ ടെല്ലിൻ്റെ പാസ്റ്റാണ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, അതിൻ്റെ പാസ്റ്റ് ടോൾഡ് എന്നാണ്. പറഞ്ഞു, ദ പിഗിനോട് പറഞ്ഞു, ദി ഷെപ്പേഡ് ഈ ഷെപ്പേഡ് ക്യാച്ചസ് അസ് ഞങ്ങളെ പിടികൂടാറുണ്ട്, റെഗുലർലി പതിവായിട്ട് പിടികൂടാറുണ്ട്, ഞങ്ങളെ പതിവായിട്ട് ഇങ്ങനെ പിടിക്കും. ആൻഡ് ഡ്രാഗസ് ഞങ്ങളെ എന്നിട്ട് വലിച്ചു കൊണ്ടുപോകും, ലൈക്ക് ദാറ്റ് ഇതേപോലെ ഇവനെ കൊണ്ടുപോയതുപോലെ ഞങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ആൻഡ് വി ഡോണ്ട് മേക്ക് ഞങ്ങൾ ഉണ്ടാക്കാറില്ല, എനി നോയ്സ് ഒരു ഒച്ച ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതേപോലെ വലിച്ചുണ്ടാവാറുണ്ട്, ഞങ്ങൾ ഒച്ച ഉണ്ടാക്കാറൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഈ ഒച്ച ഉണ്ടാക്കണത് എന്നാണ് ഇപ്പോൾ ഈ ചെമ്മരിയാട് ഉദ്ദേശിക്കുന്നത്. നോയ്സ് എന്ന് പറഞ്ഞാൽ ഒച്ച, ബഹളം എന്നൊക്കെയാണ് അർത്ഥം. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോവുക, അതുപോലെ റെഗുലർലി എന്ന് പറഞ്ഞാൽ പതിവായി. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കണതെന്നാണ് ഷീപ്പ് ചോദിക്കുന്നത്, ചെമ്മരിയാട് ചോദിക്കുന്നത്. അതിപ്പോൾ കേട്ടപ്പോൾ ദ പിഗ് റിപ്ലൈഡ് പന്നി മറുപടി പറഞ്ഞു, മൈ കേസ് എൻ്റെ കാര്യവും, ആൻഡ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേതും എന്നർത്ഥം. നിൻ്റേത്, യുവേഴ്സ് നിൻ്റേത്, മൈൻ എൻ്റേത്, ഹേഴ്സ് അവളുടേത്, ഹിസ് അവൻ്റേത്, ദയേഴ്സ് അവരുടേത്, അവേഴ്സ് ഞങ്ങളുടേത്, അങ്ങനെയാണ് പറയാം. ഡേത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു എസ് ചേർത്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ കാര്യവും നിൻ്റെ കാര്യവും ആണ് ഓൾ ടുഗെദർ ആകപ്പാടെ, ഡിഫറെൻറ്റ് വ്യത്യസ്തമാണ്. ഓൾ ടുഗെദർ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ പൂർണ്ണമായും, ഡിഫറെൻറ്റ് വ്യത്യസ്തമാണ്. ഹി ക്യാച്ചസ് അവൻ പിടികൂടുന്നു, ആൻഡ് ടൈക്സ് കൊണ്ടുപോകുന്നു, യു നിങ്ങളെ, ടു ഷേവ് ചെയ്യാൻ, ദ വൂൾ കമ്പിളി, നിങ്ങളുടെ കമ്പിളി അതായത് നിങ്ങളുടെ മേത്തുള്ള ആ വൂള് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷേവ് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഹി വാണ്ട്സ് മീ അവൻ എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എന്തിനാണ്, ടു ബി കിൽഡ് കൊല്ലാൻ വേണ്ടിയാണ്. ഫോർ മേക്കിംഗ് ദ ബേക്കൺ ഉണ്ടാക്കാൻ, ഫോർ മേക്കിംഗ് ഉണ്ടാക്കാൻ ദ ബേക്കൺ എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടുണക്കിയ പന്നിയിറച്ചിക്കാണ് പറയുക, അതുണ്ടാക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ, ഡോണ്ട് കമ്പയർ ടു സിറ്റുവേഷൻസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദം. ഡോണ്ട് കമ്പയർ ചെയ്യരുത് ടു സിറ്റുവേഷൻസ് രണ്ട് സാഹചര്യങ്ങളെ
വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദം, അവയെ മനസ്സിലാക്കാതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കരച്ചിൽ കണ്ടപ്പോൾ, നിലവിളി കണ്ടപ്പോൾ ഷീപ്പ് പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, ഇത് ഞങ്ങളെ സ്ഥിരമായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ പന്നി പറഞ്ഞത് അത് നിന്നെ കൊണ്ടുപോകുന്നത് നിൻ്റെ മേത്തുള്ള പൂട എടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ കൊണ്ടുപോകുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ നിലവിളിക്കുന്നത്. അപ്പോൾ കാര്യം അറിയാതെ രണ്ട് സാഹചര്യങ്ങളെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്യരുത് എന്നാണ് ഇതിലൂടെ പറയുന്ന മോറൽ, ഇതിൻ്റെ ഗുണപാഠം.